നഗരസഭയിൽ ഹാട്രിക് മോഹവുമായി ഇറങ്ങിയ ബി.ജെ.പിക്ക് കനത്ത തിരിച്ചടിയാണ് യു.ഡി.എഫ് നൽകിയത്. കേവല ഭൂരിപക്ഷം നേടാൻ സാധിക്കാതെ ബി.ജെ.പി അവിടെ തകർന്നടിഞ്ഞു. എങ്കിലും മറ്റു മുന്നണികൾക്ക് ഭൂരിപക്ഷം ഇല്ലാത്ത സാഹചര്യത്തിൽ പാലക്കാട് വീണ്ടും ഭരിക്കാമെന്ന കണക്കുകൂട്ടലിലായിരുന്നു ബി.ജെ.പി. എന്നാൽ അവിടെ താമര പാർട്ടിക്ക് പിഴച്ചു. ബി.ജെ.പിയെ ഭരണത്തിൽ നിന്ന് അകറ്റി നിർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇരു മുന്നണികളുടെയും നീക്കങ്ങൾ നടക്കുന്നത്. സ്വതന്ത്രനായി വിജയിച്ച എച്ച് റഷീദിനെ ചെയർമാൻ സ്ഥാനത്തേക്ക് പിന്തുണച്ചാൽ പരസ്യമായ സഖ്യ ആരോപണങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് ബി.ജെ.പിയെ തടയാമെന്നാണ് ഇരു പക്ഷത്തിന്റെയും കണക്കുകൂട്ടൽ. അതിനുള്ള ആദ്യഘട്ട ചർച്ചകൾ വിജയിച്ചതോടെ പാലക്കാട് നഗരസഭയിൽ നിന്ന് ബി.ജെ.പി പുറത്താകുമെന്ന് ഏറെക്കുറെ ഉറപ്പിക്കാം. മതേതര ചേരികൾ ഒന്നിക്കണമെന്ന് വി.കെ. ശ്രീകണ്ഠൻ എം.പിയും ഡി.സി.സി പ്രസിഡന്റ് എ. തങ്കപ്പനും നിലപാടെടുത്തതോടെ യു.ഡി.എഫ് സഖ്യത്തിന് അനുകൂലമായി ആദ്യ ചുവട് വെച്ചു. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് തിരിച്ചടിയാകുമോ എന്ന ആശങ്ക ഇരു മുന്നണികൾക്കുമുണ്ട്. അതിനാൽ സംസ്ഥാന നേതൃത്വങ്ങളുമായി ചർച്ച ചെയ്ത ശേഷമേ അന്തിമ തീരുമാനമെടുക്കൂ എന്ന് CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു പ്രതികരിച്ചു. സ്വതന്ത്രനെ പിന്തുണച്ചതിന് ശേഷം ഭരണസമിതിക്ക് പുറത്തു നിൽക്കുന്നതിന് CPM അനുകൂലിക്കുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഇവിടെ ഏറ്റവും അധികം തിരിച്ചടി നേരിടുന്നത് BJP ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവനാണ്. പാലക്കാട് BJPയുടെ തലപ്പത്തേക്ക് പ്രശാന്ത് എത്തിയതിനു ശേഷം നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പാണിത്. അവിടെ തന്നെ കഴിഞ്ഞ 2 വർഷമായി കയ്യിലിരുന്ന ഭരണം അടിയറവ് വെച്ചത് പ്രശാന്തിന് വലിയ ക്ഷീണമുണ്ടാക്കും. പ്രശാന്തിനെതിരെ വലിയ ആരോപണങ്ങളുമായി BJPയുടെ മുതിർന്ന നേതാക്കൾ രംഗത്ത് വന്നു. 2015ലെയും 20ലെയും ഭരണമാണ് ഇപ്പോൾ കൈവിട്ടിരിക്കുന്നത്. അതിനെ എന്ത് പറഞ്ഞ് ന്യായീകരിച്ചാലും അത് പ്രശാന്തിന്റെ കുറ്റം തന്നെയാണ് എന്ന നിലപാടിലാണ് നേതാക്കൾ നിൽക്കുന്നത്. പാലക്കാട് BJPയെ സംബന്ധിച്ചിടത്തോളം A ക്ലാസ് മണ്ഡലമാണ്. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 15,000-ലധികം വോട്ടുകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ നിന്ന് വിജയിച്ചിരുന്നു. നിലവിൽ പാലക്കാട് കോൺഗ്രസിന് പിന്നിൽ നിന്ന് നയിക്കുന്നത് രാഹുൽ മാങ്കൂട്ടമാണ്. ലൈംഗിക ആരോപണങ്ങളെ തുടർന്ന് പാർട്ടിയിൽ നിന്ന് പുറത്താണെങ്കിലും ഇന്നും പാലക്കാട് കോൺഗ്രസിലെ അവസാന വാക്ക് രാഹുൽ മാങ്കൂട്ടമാണ്. പാലക്കാട് നഗരസഭയെ BJPയിൽ നിന്നും മോചിപ്പിക്കുന്നതിന് വേണ്ടി രാഹുൽ മാങ്കൂട്ടവുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് വരെ CPM സമ്മതിച്ചു കഴിഞ്ഞു. പാലക്കാട് കൈവിടുന്നതോടുകൂടി BJPയുടെ നില പരുങ്ങല്ലായി. നിലവിൽ ഭരണസാധ്യതയുള്ളത് തൃപ്പൂണിത്തുറ നഗരസഭയിൽ മാത്രമാണ്. എന്നാൽ ഇവിടെയും LDFും UDFും കൈകോർക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. വെറും 1 സീറ്റ് ഭൂരിപക്ഷം മാത്രമാണ് ഇവിടെ BJPക്കുള്ളത്. BJP ഭരണം നേടാതിരിക്കാൻ ഇവിടെയും LDFും UDFും കൈകോർക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ഇതിനു പിന്നാലെ തിരുവനന്തപുരം കോർപ്പറേഷനിലും മുന്നണി സാധ്യതകൾ സജീവമാണ്. ഭരണസമിതിയിൽ നിന്ന് നേരിട്ടിടപെടാതെ പുറത്തുനിന്നുള്ള സഹകരണമാണ് മുന്നണികൾ ഇവിടെ മുന്നോട്ട് വെക്കുന്നത്. കഴിഞ്ഞ തവണ കൈവശം വരുന്ന പന്തളം അടക്കമുള്ള നഗരസഭകൾ ഇത്തവണ BJPക്ക് കൈവിട്ടിരുന്നു. ഇപ്പോൾ പാലക്കാട് കൂടി കൈവിടുന്നതോടെ BJP ആകെ നാണം കെട്ട അവസ്ഥയിലാണ്. അതേസമയം UDF LDF നീക്കങ്ങളെ BJP രൂക്ഷമായി വിമർശിച്ചു. മാങ്കൂട്ടം മുന്നണിയാണ് പാലക്കാട് അധികാരത്തിൽ വരാൻ ശ്രമിക്കുന്നതെന്നും ജനവിധിയെ അവിഹിത കരാറുകളിലൂടെ മറിച്ചിടാനാണ് ശ്രമമെന്നും BJP നേതാക്കൾ ആരോപിച്ചു.